ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാഠം 11 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാന ഖണ്ഡികയാണ്. അപ്പോൾ ഇതോടെ ഈ പാഠം തീരും. പിന്നെ ഇൻഷാ അല്ലാഹ് എക്സസൈസ് ആണ്. അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറത്തി. ആ വലിയ റൂമിലാണ് എൻ്റെ ഉപ്പയും ഉമ്മയും ഉള്ളത്. അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുകയാണ്. അബി. അപ്പോൾ അബു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാ മുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ, വാ ഹർഫു അതഫ്, ഉമ്മി മൗത്തൂഫുൻ അല അബി. അല്ല, അങ്ങനെയല്ല പറയാം. ഹർഫു അത്തഫ് വാ വന്ന അതിന് ശേഷമുള്ളതിനെ മൗത്തൂഫുൻ അല എന്ന് പറഞ്ഞിട്ടാണ് തുടക്കത്തിലുള്ളതിനെ ചേർത്തിട്ട് പറയാം. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എന്താ? അബുൻ. അപ്പോൾ ഉമ്മിനെന്താ പറയും? മൗത്തൂഫുൻ അല അബി. അപ്പോൾ അത് മുബ്തദഉൻ മർഫൂൻ. ഫി ഹർഫു ജർ, തിൽക ഇസ്മ മജ്റൂർ. അപ്പോൾ ആ തിൽക എന്താ? ഇസ്മു ഇഷാരയാണ്. അപ്പോൾ ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു, അൽ ഗുർഫത്തി. അപ്പോൾ അതെന്താവും? ബദൽ. അപ്പോൾ ഫി ഹർഫുജർ, തിൽക ഇസ്മു മജ്റൂർ, ജാറുംബ മജ്റൂർ, ഷിബു ജുംല ഖബർ, അൽ ഗുർഫത്തി ബദൽ. അൽ കബീറത്തി എന്താ? നാഅത്ത്. അൽ കബീറത്തി നാഅത്ത് വിശേഷിപ്പിക്കുകയാണ് ആ റൂമിനെ, വലിയ റൂം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഫി ഹർഫുജർ വന്നു. അപ്പോൾ തിൽക എന്തായി? ഇസ്മ മജ്റൂർ അല്ലേ? ഹർഫുജർ വന്ന തൊട്ടിപ്പുറം ഇസ്മ മജ്റൂർ. അപ്പോൾ തിൽക നമുക്കറിയാം മബ്നിയാണ്, ഇസ്മു ഇഷാരയാണ്, മബ്നിയാണ്. അതിന് സ്വന്തമായിട്ട് അടയാളം ഇല്ല, മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും തിൽക അവസാനത്തെ ക ഫത്ഹ ആയിരിക്കും. ഫത്ഹിന്മേൽ മബ്നിയാണ്, മബ്നിയുൻ അല ഫത്ഹി. പക്ഷേ ഇവിടെ തിൽക്കക്ക് എന്താ അടയാളം? അതിൻ്റെ ഏതിൻ്റെ സ്ഥാനത്താണ്? അത് ഹർഫുജർ ഫീക്ക് ശേഷം വന്ന ദായ ഇസ്മായതുകൊണ്ട് അതിന് കസറാണ്. ഇസ്മ മജ്റൂർ കസറാണ്. അപ്പോൾ തിൽക കസറാണ്. അപ്പോൾ തിൽക കസറായതുകൊണ്ട് അതിന് ശേഷം വരുന്ന ബദലും എന്തായിരിക്കണം? കസറായിരിക്കണം. അത് നമ്മൾ പഠിച്ചതാണ്. തിൽക്കക്ക് എന്താണോ അടയാളം, അല്ലെങ്കിൽ ആ ഇസ്മു ഇഷാര ഹാസയാണെങ്കിൽ ഹാസക്ക് എന്താണോ അടയാളം, അതേ അടയാളമായിരിക്കും ബദലിന്. അപ്പോൾ ഇവിടെ തിൽക്കയാണ്. തിൽക്കക്ക് എന്താണ് അടയാളം? കസറാണ്. എന്തുകൊണ്ട് കസറായി? ഫീ വന്നുകൊണ്ട്. അപ്പോൾ ഫീ വന്നുകൊണ്ട് തിൽക കസറായി. അപ്പോൾ തിൽക കസറായതുകൊണ്ടാണ് അൽ ഗുർഫത്തി കസറായത്. അപ്പോൾ തിൽക്കൽ ഗുർഫത്തി എന്ന് വായിക്കാം. പിന്നെന്തായി? നായത്ത് വന്നു, അൽ കബീറത്തി. അപ്പോൾ ഗുർഫത്തിക്ക് കസറായതുകൊണ്ട് കബീറത്തും എന്തായിരിക്കണം? കസറായിരിക്കണം. കാരണം നായത്ത് യത്ബഉൽ മൻഊത്ത്, നായത്ത് മന്നൂത്തിനെ പിൻപറ്റും. ഗുർഫത്താണ് മന്നൂത്ത്, കബീറത്തി നായത്ത്. അപ്പോൾ 4 കാര്യങ്ങൾ നായത്ത് മന്നൂത്തിനെ പിൻപറ്റണം. അപ്പോൾ ഇവിടെ അലിഫ്ലാമുണ്ട് ഗുർഫത്തിന്. അപ്പോൾ കബീറത്ത് എന്ന് എഴുതുമ്പോൾ അലിഫ്ലാം എഴുതണം. ഇവിടെ ഗുർഫത്തി കസറാണ്, അപ്പോൾ കബീറത്ത് കസറാണ്. ഇവിടെ ഗുർഫത്ത് മുഅന്നസാണ്, അവസാനത്തെ താ മർബൂത്താണ്, സ്ത്രീയുടെ അടയാളം. അപ്പോൾ കബീറത്തിനും അവസാനത്തെ അടയാളം താ മർബൂത്ത മുഅന്നസാണ്. ഇവിടെ ഗുർഫത്ത് ഏകവചനാണ്, മുഫ്രദാണ്. അപ്പോൾ കബീറത്തും മുഫ്രദാണ്, ഏകവചനാണ്. അപ്പോൾ എങ്ങനെയാണ് അടയാളം വന്നതെന്ന് മനസ്സിലായല്ലോ? ഹർക്കത്ത്. ഫീ വന്നുകൊണ്ട് തിൽക കസറായി. തിൽക കസറായതുകൊണ്ട് അൽ ഗുർഫത്തി കസറായി ബദൽ. അൽ ഗുർഫത്തി കസറായതുകൊണ്ട് അൽ കബീറത്തി കസറായി നാത്ത്. ഫീ വന്നുകൊണ്ടല്ല ഗുർഫത്തി കസറായത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഫീ വന്നുകൊണ്ട് തൊട്ടിപ്പുറം മാറ്റം വരാം. ഫീ വന്നുകൊണ്ട് തിൽക കസറായി. തിൽക കസറായതുകൊണ്ട് ബദൽ എന്തായിരിക്കണം? തിൽക്കൻ്റെ അടയാളമായിരിക്കണം. അപ്പോൾ അൽ ഗുർഫത്തി കസറായി. അൽ ഗുർഫത്തി കസറായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന നായത്ത് എന്തായിരിക്കണം? കസറായിരിക്കണം. അതുകൊണ്ട് അൽ കബീറത്തി കസറായി. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത്, അന ഉഹിബ്ബു അബി വ ഉമ്മി. ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഉപ്പയെയും എൻ്റെ ഉമ്മയെയും. അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങുകയാണ്. അന മുബ്തദഉൻ മർഫൂൻ. ഉഹിബ്ബു ഞാൻ സ്നേഹിക്കുന്നു എന്ന ഉഹിബ്ബു എന്ന് പറയുന്നത്. ഈ മുലാരിയായ ഫീലുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം കുറച്ച് അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇത്ര അറിയണം, ഇതൊരു ഫീലാണ്. അപ്പോൾ അന എന്ന മുബ്തദക്ക് ശേഷം ഫീല് വന്നു.
അപ്പോൾ ഇവിടെ ജുംല ഫീലിയാണ് ഖബർ. ഇതാണ് അഞ്ചാമത്തെ ഇനം ഖബർ, അവസാനത്തെ ഇനം ഖബർ. ജുംല ഫീലിയ ഖബറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 5 ഖബറും അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ടൈപ്പ് ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, ഹാദാ ബൈത്തുൻ. അവിടെ ബൈത്തുന ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഹർഫുജർ, ഇസ്മു മജ്റൂർ, ജാറുമ്പ് മജ്റൂർ, ഷിബു ജുംല ഖബർ എന്ന് വരുന്നത്. ഫി, അല, ഇല, മിൻ, അല എന്നൊക്കെ വരുന്ന ഹർഫു ജർ വരുമ്പോൾ വരുന്ന ഖബർ, ഇസ്മു മജ്റൂർ, ഷിബു ജുംല ഖബറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഖബർ ലർഫ് ഖബറായിട്ട് വരുന്നത്. അമാമ, ഖൽഫ, ഖബല, ബാദ ലർഫ് ഖബറായിട്ട് വരുന്നത്. ഫൗക, തഹ്ത. പിന്നെ നാലാമത്തെ ടൈപ്പ് ഖബർ ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത്. ഓക്കെ, ജുംല ഇസ്മിയ ഖബറായിട്ട് വരുന്നത്. ഇത് അഞ്ചാമത്തെ ടൈപ്പ് ഖബർ ജുംല ഫീലിയ ഖബറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ 5 ഖബറും പഠിച്ചു. അപ്പോൾ ഇവിടെ അന മുബ്തദഉൻ മർഫൂൻ, ഉഹിബ്ബു ജുംല ഫീലിയ ഖബർ. ജുംല ഫീലിയ അനൻ്റെ മുബ്തദൻ്റെ ഖബർ. ഓക്കെ, പിന്നെ അബി, അബു മുലാഫ്, യാ മുതക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ, വ ഹർഫു അതഫ്, ഉമ്മി, ഉമ്മു മുലാഫ്, യാ മുതക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ. അപ്പോൾ ഈ അബു ഉമ്മു ഒക്കെ എന്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ബുക്ക് 2 പഠിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം, അത് മനസ്സിലാകുന്നതിനൊക്കെ പ്രശ്നമില്ല. അത് മഫൂലും ബിഹി എന്ന് പറയും, മഫൂലും ബിഹി. കാരണം ഇവിടെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആരെ സ്നേഹിക്കുന്നു, ആ കർമ്മം ആരെ മുകളിലാണ് ചെന്ന് ചാടുന്നത്, ആരെയാണ് സ്നേഹിക്കുന്നത്, ഉപ്പനെയും ഉമ്മനെയും. അപ്പോൾ അത് മഫൂലും ബിഹിയാവും. ഓക്കെ, അപ്പം ചില ജുംല ഫീലിയൊക്കെ മഫൂലും ബിഹി ഉണ്ടാവും, ചില ജുംല ഫീലിയൊക്കെ മഫൂലും ബിഹി ഉണ്ടാവില്ല. ഇത് നമ്മൾ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ബുക്ക് 2 പഠിക്കും. പിന്നെ വ ഹർഫു അതഫ്, ഉഹിബ്ബു അഖീ വ ഉഖ്തി. ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെയും. വ ഹർഫു അതഫ്, ഉഹിബ്ബു പിന്നെയും ജുംല ഫീലിയ. അപ്പോൾ ഇവിടെ മുബ്തദ ഇല്ല, അപ്പോൾ ഇത് ജുംല ഇസ്മി അല്ല. അന ഉഹിബ്ബു അബി വ ഉമ്മി എന്ന് പറഞ്ഞ സെൻറ്റൻസ് ജുംല ഇസ്മിയാണ്, കാരണം അന കൊണ്ട് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഖബർ വേണം, അപ്പോൾ ഖബർ ജുംല ഫീലിയാണ് ഉഹിബ്ബു. പക്ഷേ ഇവിടെ വാ ഹർഫു അതഫ് എന്ന് പറഞ്ഞിട്ട് ഉഹിബ്ബു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജുംല ഫീലിയാണ്. ഓക്കെ, പിന്നെ അതിന് മുബ്തദ ഇല്ല. പിന്നെ അഖി, അഖു, വഹുവ മുലാഫ്, യാ മുതക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ, വാ ഹർഫു അതഫ്, ഉഖ്തി, ഉഖ്തുൻ, വഹുവ മുലാഫ്, യാ മുതക്കല്ലിം മുലാഫ് ഇലൈഹി മജ്റൂർ. പിന്നെ ഇങ്ങനെയും പറയാം, ഇവിടെ വ ഉഹിബ്ബു അഖി വ ഉഖ്തി എന്ന് പറയുമ്പം ഇത് മൗത്തൂഫുനല മറ്റേ സെൻറ്റൻസ് ആവുമല്ലോ, അന ഉഹിബ്ബു അബി വ ഉമ്മീന്ന് അല്ലേ. വാ ഹർഫു അതഫ് എന്നാൽ മൗത്തൂഫ് എന്നാണ് പറയാം. ആ മൗത്തൂഫ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെയും വ അന ഉഹിബ്ബു അഖി വ ഉഖ്തി എന്ന് പറയാം അല്ലേ. പക്ഷെ അന നമ്മൾ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അന നമുക്ക് അത് അവിടെ ഒളിഞ്ഞ് കിടക്കുകയാണ്. ആരാ സ്നേഹിക്കുന്നത്, ഞാൻ തന്നെ സ്നേഹിക്കുന്നത്. പിന്നെ അനാന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഉഹിബ്ബു അഖി വ ഉഖ്തി എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. പിന്നെ അന എഴുതുന്നത് ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. പിന്നെയും അന എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അന എഴുതുന്നതിന് കുഴപ്പമില്ല. അന ഒന്നും കൂടി അതിനെ എന്താണ് ശക്തിപ്പെടുത്തുകയാണ്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അന വന്നാൽ അത് ജുംല ഇസ്മിയാവും. അന ഇല്ലാതെ ഉഹിബ്ബു എന്ന് മാത്രം തുടങ്ങിയിട്ട് വന്നാൽ അത് ജുംല ഫീലിയ ആകും. അപ്പോൾ ഈ മുലാരിയായ ഫീൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ബുക്ക് 2 വിശദമായിട്ട് പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും.